ബിഗ് ബോസ് മലയാളം സീസൺ 6 പങ്കെടുത്തപ്പോൾ ആരംഭിച്ചതാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും തമ്മിലുള്ള സൗഹൃദം. ഓഡിഷൻ സമയത്ത് ഇരുവരും കണ്ടുവെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ല. ഹൗസിൽ വന്ന ശേഷമാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അതിവേഗത്തിൽ അതൊരു സൗഹൃദമായി മാറി. ഷോയിലായിരുന്നപ്പോൾ ഗബ്രി എലിമിനേറ്റ് ആകും വരെ രണ്ടുപേരും എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു. മാത്രമല്ല സൗഹൃദത്തിന് അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. പ്രണയമാണോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും വ്യക്തമായ ഉത്തരം രണ്ടുപേർക്കും നൽകാനായില്ല. ഷോ കഴിഞ്ഞ് പുറത്തു വന്ന മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും അതിനുള്ള ഒരു മറുപടി പ്രേക്ഷകർക്ക് നൽകിയത്. പ്രണയം എന്നത് തങ്ങൾക്കിടയിൽ സംഭവിക്കുന്നില്ലെന്നും വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആ സുഹൃത്തുക്കളായിരിക്കുമെന്നും ഇരുവരും വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അന്ന് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് 1.5 വർഷത്തോളം ഇരുവരും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. ജാസ്മിന്റെ സഹായത്തോടെ ഗബ്രി യൂട്യൂബ് ചാനലും തുടങ്ങി. 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചുരുങ്ങിയ അളവിൽ നേടുകയും ചെയ്തു. ജാസ്മിനൊപ്പം ഇന്ത്യക്കും അകത്തും വിദേശത്തും യാത്രകൾ ചെയ്തു. ഒരുമിച്ച് പ്രൊമോഷൻ വീഡിയോകളും വർക്കുകളും ചെയ്തു. അടുത്തിടെ ഗബ്രിയുടെ സഹോദരി വിവാഹിതയായപ്പോൾ നിറസാന്നിധ്യമായി ജാസ്മിനും ഉണ്ടായിരുന്നു. എന്നാൽ ഡിസംബർ തുടങ്ങിയ ശേഷം ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളോ പോസ്റ്റുകളോ എവിടെയും ഇല്ലായിരുന്നു. എന്തിനേറെ ഇരുവരും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ജാസ്മിനുമായി കൊളാബറേറ്റ് ചെയ്ത് ഇട്ടിരുന്ന നിരവധി പോസ്റ്റുകൾ ഗബ്രി ഇൻസ്റ്റാഗ്രാമിൽ നീക്കം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വെറും 17 പോസ്റ്റ് മാത്രമാണ് ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഉള്ളത്. അവയെല്ലാം ഗബ്രിയുടെ പുതിയ വർക്കുകളും ആദ്യം ചെയ്ത സിനിമകളുടെ പ്രണയമീനുകളുടെ കടലുമായി ബന്ധപ്പെട്ടതുമാണ്. ന്യൂ ഇയർ പ്രമാണിച്ച് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഗബ്രി ഒരു ശുദ്ധീകരണം നടത്തിയിട്ട് മട്ടുണ്ട്. ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്ന പുതിയ മാറ്റം ജാസ്മിനെ അൺഫോളോ ചെയ്തുവെന്നും പ്രേക്ഷകർക്കിടെ ചെറിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. റെഡിറ്റിൽ ഇരുവരുടെയും ബന്ധത്തെ എന്ത് സംഭവിച്ചു എന്ന ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നു. ഇരുവർക്കും ഇടയിൽ ഇത്രയും നാളും സംഭവിക്കാത്ത എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറ്റിയെന്നറിയാൻ ചർച്ചകൾ ഏറെയും. എന്തായാലും അവർ വിവാഹിതരാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ ബന്ധത്തിന് ഒരു നിശ്ചിത കാലാവധി ഉണ്ടെന്നും ഇരുവർക്കും ബോധ്യമുണ്ടെന്നും ഒരാൾ കുറിച്ചു. ഇരുവരും സൗഹൃദത്തിലല്ല സിറ്റുവേഷൻഷിപ്പിലാണ് തോന്നിയിട്ടുള്ളതെന്നും മാത്രമാണ് മറ്റൊരാൾ കുറിച്ചത്.